കായംകുളം നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നിയോജകമണ്ഡലം LDF കൺവെൻഷൻ നടത്തി. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നിയമസഭാ നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി LDF കായംകുളം നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഗുരുവായൂർ സമരത്തിന്റെ എണ്ണമറ്റ കർഷക പ്രക്ഷോഭങ്ങളുടെ ആ പോരാട്ട വീര്യത്തിന്റെ കരുത്തിൽ നാടിനെ മാറ്റിമറിച്ച നിയമനിർമ്മാണങ്ങളും പരിഷ്കരണങ്ങളും നടത്തി ബൂർഷ്വാസിയുടേതായ ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാവങ്ങളെ സംരക്ഷിക്കാമെന്ന് ത്യാഗമനോഭാവത്തോടുകൂടിയുള്ള സമര പ്രവർത്തനങ്ങളിലൂടെയും അധികാരം കിട്ടിയപ്പോൾ നടത്തിയ നന്മ നിറഞ്ഞ ഭരണ നിർവഹണത്തിലൂടെയും നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു തുടർച്ച ഉണ്ടാവണം. ആ തുടർച്ചയും വളർച്ചയും ഓരോ മലയാളിയുടെയും ജീവിതത്തെ കൂടുതൽ പ്രകാശപൂർണമാക്കി ആത്മവിശ്വാസത്തോടുകൂടി കേരളത്തെ മുന്നോട്ട് നയിക്കാനാവണം. കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ ആയിരക്കണക്കിന് റോഡുകൾ ഇപ്പൊ ഞാൻ പലപ്പോഴും പറയും, എന്നെ പലപ്പോഴും പഞ്ചായത്ത് മെമ്പറായിട്ടാണ് പലരും കാണുന്നത് അല്ലേ. കാരണം എന്താ, പഞ്ചായത്തിലെ ചെറിയ റോഡുകൾ പോലും എന്നോട് പറയും അത് ചെയ്തു കൊടുക്കണം. അപ്പൊ അത്രയും അധികം ജനങ്ങളിലേക്ക് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം നമ്മൾ എത്തിക്കുന്നത് കൊണ്ടാണ് റോഡുകൾ, പാലങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, സബ് സെന്ററുകൾ, അംഗൻവാടി കെട്ടിടങ്ങൾ, 24 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഈ കായംകുളം മണ്ഡലത്തില് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. ഒപ്പം അഭിമാനത്തോടെ നിങ്ങളോടെല്ലാം പറയട്ടെ, ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം സാധാരണ മനുഷ്യന്, രോഗം മൂലം വേദനിക്കുന്ന മനുഷ്യന് വാങ്ങിച്ചു കൊടുത്ത മണ്ഡലം നമ്മുടെ ഈ കായംകുളം മണ്ഡലമാണ്. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ആശുപത്രിയൊക്കെ തീർന്നിരിക്കുകയാണ്. 5 നിലകളിലായിട്ട് ഒരു MLA-ക്കൊന്നും ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത പദ്ധതികളാണ് ഞങ്ങൾ എല്ലാ MLA-മാർക്കും മണ്ഡലത്തിലും ഗവൺമെന്റ് നടപ്പാക്കുന്നത്. 62 കോടിയുടെ ആശുപത്രി കെട്ടിടമാണ്. അതൊരു താലൂക്ക് ആശുപത്രിയാണ്. മാവേലിക്കരയും ചെങ്ങന്നൂരും ഒക്കെ ജില്ലാ ആശുപത്രികളാണ്. എന്നാൽ നമ്മുടെ കായംകുളം താലൂക്ക് ആശുപത്രിയാണ്. 62 കോടി രൂപയിൽ 5 നിലകളിലായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കും. തൊട്ടടുത്ത് കോടതി കെട്ടിടം, അതിന്റെ തൊട്ടടുത്ത് പാർക്ക് ജംഗ്ഷൻ പാലം, ഇപ്പൊ തുടങ്ങാൻ പോകുന്ന കലീസാക്കടവ് പാലം, കോയിക്കപ്പടി പാലം, മാർക്കറ്റ് പാലം, പൂർത്തിയാക്കിയ പാർക്ക് ജംഗ്ഷൻ പാലം, മുട്ടയിൽ പാലം, പുട്ടുമാനക്കൽ കടവ് പാലം എന്ന് വേണ്ട ധാരാളം കാര്യങ്ങൾ നമ്മുടെ മണ്ഡലത്തില് ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. LDF മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് A. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭയെ A. വിജയരാഘവൻ ഷാളണിയിച്ച് സ്വീകരിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് KS ബാബുജാൻ, A. മഹേന്ദ്രൻ, P. ഗാനകുമാർ, ഷെയ്ഖ് പി ഹാരിസ്, കോശി അലക്സ്, B. അബിൻഷാ, N. ശ്രീകുമാർ, A. സുനിൽ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ഡോക്ടർ സജു എടക്കാട്, റാഫി, പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കാർണവർ, സലിം മുരുക്കുമ്പോട്, I. ഷാജഹാൻ, താജുദ്ദീൻ വളവുന്തറ, N. സത്യൻ, സുബിൻ തോപ്പിൽ, സക്കീർ മല്ലഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. 5001 അംഗ തെരഞ്ഞെടുപ്പ് ജനറൽ കമ്മിറ്റിയെയും 301 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. ഭാരവാഹികളായി അഡ്വക്കേറ്റ് A. ഷാജഹാനെ പ്രസിഡന്റായും, അഡ്വക്കേറ്റ് KS ബാബുജാനെ സെക്രട്ടറിയായും, B. അബിൻഷായെ ട്രഷററായും തെരഞ്ഞെടുത്തു. CDNet ന്യൂസ്, കായംകുളം.